അപ്പോൾ ജോബി, ഞാൻ ഈ വീഡിയോന്റെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പിന്നെയും പഴയ ഒരു വീഡിയോന്റെ ഒരു കാര്യം പറയാൻ മറന്നു. അതായത് നമ്മൾ ഇത് ചെയ്തുവല്ലോ, എന്താണ് ഒരു സീക്വൻസ് ഓഫ് യൂണിഫോം മോഷൻസ്. അതായത് ഒരു ആദ്യത്തെ 3 സെക്കൻഡ് വരെ 5 മീറ്റേഴ്സ് പെർ സെക്കൻഡിൽ ഒരു പാർട്ടിക്കിൾ പോണു, പിന്നെ അടുത്ത 3 സെക്കൻഡിൽ അത് എവിടെയും പോണില്ല, പിന്നെ അടുത്ത 5 സെക്കൻഡിൽ തിരിച്ചത് x=0 പോകണു എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ചെയ്തല്ലോ. അപ്പൊ അതിൽ ഞാൻ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫിൽ ഒരു കാര്യം പറയാൻ മറന്നു. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറയാൻ പോണത്. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ, അതായത് ആ വെലോസിറ്റി ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് പക്ഷെ അതിനെ കുറച്ചും കൂടെ വ്യക്തമാക്കാനാണ് ഞാൻ ഇപ്പോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഏരിയ ആണ് ഉള്ളത് അറിയോ? നമ്മൾ ഏത് ഏരിയ ആണ് നമ്മൾ നോക്കേണ്ടത്? v=0 ലൈനും ആ മറ്റേ വിന്റെ ആ ലൈനും തമ്മിലുള്ള ഏരിയ ആണ്. അപ്പൊ ഇവിടെ 2 ഏരിയ ഉണ്ട്. ഈ ഭാഗം അതായത് t=3 സെക്കൻഡ്സ് മുതൽ t=6 സെക്കൻഡ്സ് വരെ ഏരിയ ഇല്ല. കാരണം നമ്മൾ പറയുന്ന ഏരിയ ഈ v=0 ലൈനും നമ്മുടെ വിന്റെ ലൈനും തമ്മിലുള്ള ഏരിയ ആണ്. അപ്പൊ ഇവിടെ ഏരിയ ഒന്നുമില്ല, കാരണം ഇത് ആ v=0 ലൈൻ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ട ഏരിയാസ് 2 എണ്ണമാണ്. ഒന്ന് ഏതറിയോ? ഒന്ന് ഈ ഏരിയയും പിന്നെ ഈ ഏരിയ. അപ്പോൾ ഈ ഏരിയയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 ഏരിയസ് ആണ്. ഈ ഏരിയ വന്നിട്ട് ഈ v= ലൈനിന്റെ മേലെയാണ്, ഈ ഏരിയ വന്നിട്ട് v=0 ലൈനിന്റെ താഴെയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ, ഈ താഴെയുള്ള ഏരിയനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. എന്നാലേ നമുക്ക് ഈ ടോട്ടൽ എല്ലാ ഏരിയക്ക് കൂടി കൂട്ടിക്കിഴിക്കുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുള്ളൂ. അതൊരു കൺവെൻഷനാണ്. അതാണ് അത് അങ്ങനെ ചെയ്താലേ ഈ കോൺസെപ്റ്റ്, ഈ ടെക്നിക്ക് വർക്ക് ചെയ്യുള്ളൂ. ഇതെന്താണ് എന്തിനാണ് ചെയ്യണത്? ഈ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ താഴെയുള്ള ഏരിയനെ നെഗറ്റീവായിട്ട് എടുക്കണം. ഏരിയ നെഗറ്റീവ് ആവോ? സാധാരണഗതിയിൽ ഏരിയ നെഗറ്റീവ് ആവില്ല. ഇപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഏരിയ ഓഫ് റെക്ടാങ്കിൾ, സ്ക്വയർ, അതൊന്നും നെഗറ്റീവ് അല്ല. പക്ഷെ ഇവിടെ നമ്മൾ ആ കോൺസെപ്റ്റിനെ ഇത്തിരി മാറ്റുകയാണ്. അതായത് താഴെയുള്ള ഏരിയ നെഗറ്റീവായിട്ട്, താഴെയുള്ള ഏരിയ നെഗറ്റീവ് ആണെന്ന് നമ്മൾ ഒന്ന് പറയണം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ കോൺസെപ്റ്റ്സ് ആണല്ലോ. അതായത് നമ്മൾ പറഞ്ഞ മനുഷ്യന്മാരുണ്ടാക്കിയ കോൺസെപ്റ്റ്സ് ആണല്ലോ ഏരിയയും ഒക്കെ. അപ്പോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, നമ്മുടെ പ്രോബ്ലത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് കോൺസെപ്റ്റ്സിനെ മാറ്റുക, എക്സ്റ്റെൻഡ് ചെയ്യുക ഒക്കെ ചെയ്യാം. പക്ഷെ എല്ലാം ചെയ്യുമ്പോൾ എല്ലാം ഒത്തുചേർന്ന് പോകണം, എല്ലാം ലോജിക്കലി കൺസിസ്റ്റന്റ് ആയിരിക്കണം, എന്നാൽ കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫിസിക്സും മാത്സും കെമിസ്ട്രി ഒക്കെ മനുഷ്യന്മാരുണ്ടാക്കിയാണ് അല്ലേ. അല്ലാണ്ട് ഇത് എന്താണ് മുകളിന്ന് താഴെ വീണൊന്നുമല്ല, പൊട്ടിമുളച്ചൊന്നുമല്ല. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇതാണ് നിയമം, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ലോജിക്കലായിട്ട് ആർഗ്യൂ ചെയ്തിട്ട് കോൺസെപ്റ്റ്സ് ഒക്കെ മാറ്റാ, എക്സ്റ്റെൻഡ് ചെയ്യുക ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഏരിയയുടെ എന്താണ് ഏരിയ? ഇതിന്റെ ലെങ്ത് എന്താണ്? ഇത് 5 ആണ് കേട്ടോ. ഇത് v=5 ആണ്. ഓക്കെ, ഇത് t=3 ആണ്, 3 സെക്കൻഡ്സ്. അതേമാതിരി ഇവിടെ t=6 സെക്കൻഡ്സ്. ഇത്രയും ഇത് ഈ ലൈന്, ഈ ബ്ലൂ ലൈൻ -3 അപ്പോ ഇത് വന്നിട്ട് -3 ആണ്. ഇത് 11 ആണ് കേട്ടോ. ഇത് t=11 ആണ്. അപ്പൊ ഇത്രയും ഭാഗം 11 - 6 5 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്താണ്? 5 × 3 = 15. ഇതിന്റെ ഏരിയ ഈ ലെങ്ത് -3 ആണ്, ഇത് 5 ആണ്. അപ്പൊ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ താഴത്തെ ഏരിയ മൈനസ് ആയിട്ട് കിട്ടി. കാരണം എന്താ പറയുക, ഇത് ഒരു -3 ആണ്,
ഈ ലെങ്ത് -3 ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് താഴത്തെ ഏരിയ നെഗറ്റീവായിട്ട് കിട്ടി. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വിട്ടുപോയത്. ഈ ഏരിയ അണ്ടർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ താഴത്തെ ഏരിയ നെഗറ്റീവായിട്ടും മുകളിലത്തെ ഏരിയ പോസിറ്റീവായിട്ടും എടുക്കണം. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഏരിയ അണ്ടർ velocity graph is equal to 15 minus 15 equal to 0 meters. അതാണ് നമുക്ക് ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ? കാരണം പാർട്ടിക്കിള് 0 സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് 15ാമത്തെ സെക്കൻഡിൽ 0യിലേക്ക് തിരിച്ചെത്തി. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0. അത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറയാൻ വിട്ടുപോയത്. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോന്റെ വിഷയത്തിലേക്ക് കിടക്കാം. ഗ്രാഫ് ഓഫ് ആവറേജ് വെലോസിറ്റി. ഞാനിവിടെ ഒരു എക്സ് വേഴ്സസ് ടി ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിക്കിള് നടപ്പാക്കുന്ന മോഷന്റെ എക്സ് വേഴ്സസ് ടി ഗ്രാഫ്. ജോബി പറയൂ, ഈ പാർട്ടിക്കിള് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണോ പോണത്? അല്ല. എന്താ കാരണം? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ. അതെ, ഈ പാർട്ടിക്കിളിന്റെ എക്സ് വേഴ്സസ് ടി ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതുകൊണ്ട് ഈ പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലല്ല പോണത്. ഇത് ഗ്രാഫാണ്. റോഡ് പാർട്ടിക്കിൾ പോണത് അതിന്റെ പാത്ത് കൂടെയാണ്. അപ്പൊ കാറൊക്കെ ആണെങ്കിൽ അത് റോഡ് കൂടെ പോണത്. അതും ഇതും തമ്മിൽ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. ഗ്രാഫ് വേറെ, ആക്ച്വൽ മോഷൻ വേറെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് 2 ടൈംസ് എടുക്കാൻ പോണ്. എന്നിട്ട് ആ 2 ടൈംസ് കൊണ്ടുണ്ടാവുന്ന ഇന്റർവെല്ലിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോണം. ആദ്യത്തെ ടൈം ഞാൻ എടുക്കാൻ പോണത് t=1 സെക്കൻഡ് ആണ്. അപ്പൊ ഞാൻ ഈ പോയിന്റ് എടുക്കും. കാരണം ഈ പോയിന്റിൽ എന്താണ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്? t=1. അപ്പോൾ 1 ഇതിന്റെ എക്സ് കോർഡിനേറ്റ് വന്നിട്ട് 0.5 ആണ്. അത് എനിക്കെങ്ങനെ അറിയാം? കാരണം ഞാനല്ല ഈ ഗ്രാഫ് വരച്ചത്, അപ്പൊ എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 0.5 ആണ്. അതായത് ഈ വാല്യൂ, ഇവിടുത്തെ ഈ വാല്യൂ 0.5 ആണ്. 0.5 മീറ്റേഴ്സ്. അതെ, ഓക്കെ. അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 1,0.5 ആണ്. അപ്പൊ ഞാന് ഈ ടൈമും വേറെ ഏതെങ്കിലും ഒരു ടൈം തമ്മിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, എന്നിട്ട് അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാല് ഞാനിപ്പോ അടുത്ത ടൈം, അപ്പൊ ഇതിനെ ഞാൻ T1 എന്ന് വിളിക്കുകയാണ്. അതായത് t=1നെ T1 എന്ന് വിളിക്കുകയാണ്. അപ്പൊ T1 = 1. T2 ഞാനിപ്പോ T2 = 6 എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം ഇന്റർവെൽ എന്താണ്? നമ്മുടെ ടൈം ഇന്റർവെൽ ഇതാണ് അല്ലേ? ഇതാണ് നമ്മുടെ ഡെൽറ്റ ടി. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് ഡെൽറ്റ എക്സ് എടുക്കണം. അപ്പോൾ ഡെൽറ്റ എക്സ് എടുക്കണമെങ്കിൽ 6th സെക്കൻഡില് ഈ ഗ്രാഫില് പാർട്ടിക്കിൾ ഇവിടെയാണ്. അപ്പോ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇതാണ് ഡെൽറ്റ എക്സ്. ഓക്കെ, എന്നിട്ട് ഡെൽറ്റ എക്സും ഡെൽറ്റ ടിന്റെ റേഷ്യോ എടുക്കും. അതാണ് ഈ T1 T2 തമ്മിലുള്ള ആ ഇന്റർവെല്ലുള്ള ആവറേജ് വെലോസിറ്റി. അപ്പൊ അത് ഞാൻ ഈ ഒരു സ്ലൈഡർ വെച്ചിട്ട് എനിക്ക് T2 മാറ്റാൻ പറ്റും. അതായത് T2നെ എനിക്ക് 1 8 വരെ ഏത് ടൈം വേണമെങ്കിലും T2 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ കാണിക്കാൻ പോണം. കണ്ടോ? ഓക്കെ, ഞാനത് ഇപ്പോൾ T2 = 6 എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സ്ലൈഡർ വെച്ചിട്ട്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഡെൽറ്റ ടിയും ഡെൽറ്റ എക്സും ആവറേജ് വെലോസിറ്റിയും അവിടെ കാണിച്ചിട്ടുണ്ട്. ഡെൽറ്റ ടി 5, കാരണം 6 - 1 എന്ന് പറയുന്നത് ഡെൽറ്റ ടി ഇവിടെ 6 - 1 ആണ്. അപ്പോൾ ഡെൽറ്റ ടി 5 ആണ്. പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഡെൽറ്റ ടി അത് കാണിച്ചിട്ടുണ്ട്. ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആവറേജ് വെലോസിറ്റി 3.5 ആണെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് T2 = 1.1 മുതൽ T2 = 8 വരെ നമുക്ക് ആവറേജ് വെലോസിറ്റി ഓരോ T2നും നമുക്കിങ്ങനെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, ജോബി
ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, ഞാൻ ഇതിന്റെ കൂടെ ഒരു കറുത്ത ലൈനും വരച്ചിട്ടുണ്ട്. ഇതുണ്ടോ? അപ്പോൾ ഈ ഓക്കെ, ഞാൻ കറുത്ത ലൈനിനെ ഞാൻ ആ T2 കൊണ്ടുവരാം. ഓക്കെ, അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോ Δx/Δt എന്താണ്? Δx/Δt ഈ കറുത്ത ലൈനിന്റെ സ്ലോപ്പ്. അതെ, ഓക്കെ. അപ്പോ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടിയതെന്ന് വെച്ചാല് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ കറുത്ത ലൈനിന്റെ സ്ലോപ്പാണ്. ഈ കറുത്ത ലൈനെ നമ്മൾ എന്താ പറയാ അറിയോ, അതായത് ഇങ്ങനെ ഒരു കേർവ് ഉണ്ടെങ്കിൽ ആ കേർവിന്റെ 2 പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കോഡ് എന്ന് പറയും. CHORD. ഇങ്ങനത്തെ ഒരു ലൈനിനെ, സ്ട്രെയിറ്റ് ലൈനെ കോഡ് എന്ന് പറയും. അപ്പൊ നമ്മൾക്കിപ്പോ ഇവിടുന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് കോഡ്. ഓക്കെ, സി എക്സ് വേഴ്സസ് ടി ഗ്രാഫിലെ സ്ലോപ്പിന്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? വെലോസിറ്റി. അതെ, എക്സ് വേഴ്സസ് ടി ഗ്രാഫിൽ നമ്മൾ ജനറൽ ആയിട്ട് വൈ വേഴ്സസ് എക്സ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ സ്ലോപ്പിനെ പറ്റി പറഞ്ഞു. സ്ലോപ്പ് ഇസ് Δy/Δx എന്നൊക്കെ പറഞ്ഞു. ആ Δy/Δx ഇവിടെ Δx/Δt ആയിട്ട് മാറുന്നത്. അപ്പൊ Δx/Δt എന്ന് പറയുന്നതാണ് വെലോസിറ്റി, ഇല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി. അപ്പോ സ്ലോപ്പ് ഓഫ് കോഡ് ആണ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, സ്ലോപ്പ് ഓഫ് കോഡ് ആണ് ആവറേജ് വെലോസിറ്റി. ഇതാണ് ഈ വീഡിയോന്റെ മെയിൻ ഉദ്ദേശം. ആവറേജ് വെലോസിറ്റിന്റെ ഗ്രാഫിനെ പറ്റി പറയാം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് വെലോസിറ്റി ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി കോഡ്. അപ്പൊ ഇത് ഏത് ഒരു എന്താ പറയാ, ഏതൊരു T2-നും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന Δt-യും Δx ഒക്കെ നിങ്ങൾക്ക് തന്നെ ഇവിടെ മൗസ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മൗസ് വെച്ചാൽ അല്ലെങ്കിൽ പോയിന്റർ വെച്ചാൽ ഇവിടെ കാണിക്കുന്നുണ്ട് എന്താണ് T എന്ന്. അപ്പൊ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ T2 - T1 X2 - X1 ഒക്കെ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ പറ്റി സംസാരിക്കാൻ പോകണം. ഓക്കെ, ശരി.